കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പശ്ചിമ യൂറോപ്പിൽ വൻ നാശനഷ്ടങ്ങൾ. 150-ലേറെ പേർക്ക് ഇതിനോടകം ജീവൻ നഷ്ടമായി. ജർമ്മനി, ബെൽജിയം, നെതർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജർമ്മനിയിൽ 100-ലേറെ പേർ മരിച്ചെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജർമ്മൻ സംസ്ഥാനമായ റൈൻലാൻഡ് പാലറ്റിനേറ്റിൽ മാത്രം 60 പേർ മരിച്ചു. മറ്റൊരു സംസ്ഥാനമായ റൈൻ വെസ്റ്റ് ഫാലിയയിൽ 43 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗതാഗത മാർഗ്ഗങ്ങൾ തടസ്സപ്പെട്ടതിനാൽ പടിഞ്ഞാറൻ ജർമ്മനിയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും അടിയന്തര സേവനങ്ങൾ പോലും സ്ഥാപിക്കപ്പെട്ടു. പല പ്രദേശങ്ങളിലും തെരുവുകളും വീടുകളും വെള്ളത്തിൽ മുങ്ങി. വെള്ളം കുത്തിയൊഴുകിയ തെരുവുകളിൽ വാഹനങ്ങളും മറ്റും മാലിന്യം പോലെ അടിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് പലയിടത്തും. ദുരിതാശ്വാസ പ്രവർത്തകർ വരും ദിവസങ്ങളിലും ദുരിതബാധിത പ്രദേശങ്ങളിൽ തിരച്ചിൽ തുടരുന്നതിനാൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റൈൻലാൻഡ് പാലറ്റിനേറ്റ് ആഭ്യന്തരമന്ത്രി റോജർ ലെവൻസ് വ്യക്തമാക്കുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ 5 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. ഇതോടെ രാജ്യത്തൊട്ടാകെയുള്ള മരണസംഖ്യ 108 ഉയർന്നു. അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പലയിടത്തും പരിശോധന തുടരുകയാണ്. നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയയിലെ എർഫെഡ്സ്റ്റാൻ പട്ടണത്തിലുണ്ടായ മണ്ണിടിച്ചിൽ നിരവധി പേർ മരിച്ചുവെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.